ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞ് പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോസ് മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരി നല്ല പോലെ കഴുകിയെടുത്ത ശേഷം ഒരു 3 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. ഈ പച്ചരി എത്രത്തോളം നേരം കുതിർത്ത് വെക്കാവോ അത്രയും നേരം കുതിർത്തി വെച്ചിരുന്ന ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു പച്ചരി കുതിർത്ത് വെച്ചിരുന്ന ആ ഒരു വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചോറാണ്. സാധാ അരിയുടെ ചോറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റേഷൻ അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചിരകിയ തേങ്ങയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് ഇത്രയും മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു പച്ചരിയുടെ മിക്സിൽ നിന്നും നേർപകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പച്ചരി അരച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ ഒരു പച്ചരി നിൽക്കുന്നത് എത്രയാണോ അതിനൊപ്പം നിൽക്കുന്ന വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരികളില്ലാത്ത രീതിയിൽ നല്ല പോലെ അരച്ചെടുക്കുക. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഈ ഒരു മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ഇതേ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കിയുള്ള പച്ചരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും അരച്ചെടുക്കാനായി 1/2 കപ്പ് അളവിലുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ 1 സ്പൂൺ അളവിലുള്ള ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. തലേന്ന് രാത്രി അരച്ചു വെച്ചതിന് ശേഷം പിറ്റേന്നത്തേക്കാണ് ഇത് ചുട്ടെടുക്കുന്നതെങ്കിൽ ഇതിൽ ഈസ്റ്റിൻ്റെ ആവശ്യമില്ല. ചുട്ടെടുക്കാൻ നേരമാകുമ്പോഴത്തേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 30 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെളിച്ചെണ്ണയാണ്. ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഇതുപോലെ പഞ്ചസാരയും ഓയിലും അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാവ് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ടാണ് ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിൽ അരച്ചെടുത്തതുകൊണ്ട് തന്നെ ഈ മിക്സിയുടെ ജാറിൽ മാവെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. 60 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് പച്ചരിയും 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങ ചിരകിയതുമാണ്. ഇത് 2 പ്രാവശ്യമായി അരച്ചെടുക്കാനായിട്ട് 1/2 കപ്പ് വെച്ച് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവ് അനുസരിച്ച് പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വന്ന പാനിലേക്ക് ഒട്ടും തന്നെ എണ്ണയൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുവാണ്. ചെറുതായിട്ടാണ് ഞാനിപ്പോൾ കോരി ഒഴിച്ച് ചുട്ടെടുക്കുന്നത്. തട്ടുദോശയേക്കാളും ചെറിയ വലിപ്പത്തിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോഴാണ് ഇത് കാണാനും ഭംഗി. അതുപോലെ തന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് ഒട്ടും തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ദോശയൊക്കെ ഹോള് വരുന്ന പോലെ ഇതിലും ഹോള് വരും. ആ ഒരു സമയത്ത് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം.
ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ദാ നിറയെ ഹോളുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റെഡി ആയിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണിത്. ഇത് കറികളുടെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇന്ന കറികൾ എന്നൊന്നുമില്ല. ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അതല്ല നമുക്ക് വെറുതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.